നിങ്ങൾ രണ്ടുപേരെയും കുറിച്ച് ഗോപാലമാമ സംശയം പറഞ്ഞപ്പോ നിങ്ങൾ രണ്ടുപേരും അങ്ങനെ ചെയ്യില്ല എന്ന് തർക്കിച്ചവളാ ഞാൻ. ഇതെല്ലാം നിങ്ങൾ കരുതിക്കൂട്ടി ചെയ്തതല്ലേ? എന്റെ അച്ഛനെ ഇപ്പൊ ചതിച്ചതാണല്ലേ? എന്റെ അമ്മയെ നിങ്ങൾ ചതിച്ചതാണല്ലേ? സത്യം പറ. അമ്മായി പറഞ്ഞത് എന്തും ഞാൻ അനുസരിച്ചോളാം. ശരി, അമ്മയെ വിടാൻ ഞാൻ പറയാം. പക്ഷെ നീയും ശാന്തിയും ഞാൻ പറയുന്ന പേപ്പേഴ്സ് സൈൻ ചെയ്ത് തരേണ്ടി വരും. ഇവിടെ നടന്ന സംഭവങ്ങൾ നിങ്ങളിൽ നിന്ന് എഴുതി വാങ്ങിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല. നാളെ ഒരിക്കൽ അനിയൻ കുഞ്ഞ് പുറത്തിറങ്ങി വന്ന് ഞാൻ ഈ കാര്യം പറയുമ്പോ നിങ്ങൾ നിഷേധിച്ചാലോ? അമ്മായി അമ്മായി പറയുന്നത് എന്തും ഞാൻ ചെയ്തോളാം. അമ്മയൊന്ന് വിടാൻ പറ. നീ പറയുന്നത് വാക്കാണല്ലോ. വാക്ക്, എന്റെ അമ്മയുടെ വാക്ക്. സാറേ, അനിയന്റെ കേസ് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പൊ തന്നെ ഈ വീട്ടിൽ നിന്ന് ഒരാളെ കൂടി പോലീസ് കൊണ്ടുപോവാന്ന് പറയുന്നത് ഞങ്ങൾക്ക് പിന്നെ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല സാർ. പണം തിരിച്ചു കിട്ടിയ സ്ഥിതിക്ക് അവളിനി കൊണ്ടുപോകണമെന്നില്ല സാർ. നിങ്ങൾക്ക് വല്ല ഭ്രാന്താണോ? സമയമില്ലാത്ത സമയത്ത് മനുഷ്യനെ വിളിച്ചു വരുത്തിയിട്ട് ഈ പേരും കളിയെ ന്യായീകരിക്കുവാണോ? സോറി സാർ, അവൾ ഈ നാട് മുഴുവൻ പറഞ്ഞു നടക്കുന്നത് അനിയന്റെ പെങ്ങളാന്നാ. അതിന്റെ നാണക്കേട് ഞങ്ങൾ തന്നെ ചുമക്കണ്ടേ? പ്ലീസ്. നിങ്ങളൊക്കെ എന്താ ചെയ്യേണ്ടെന്നറിയോ? അല്ലെങ്കിൽ ഇനി ഇവര് മൊഴി മാറ്റി പറഞ്ഞായിരിക്കും നമ്മളൊക്കെ കുറ്റപ്പെടുത്താൻ പോകുന്നത്. അവരെങ്ങ ഇറക്ക്. അമ്മേ, അമ്മേ, മോളെ. അമ്മ സാരമില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി ഈ വീട്ടിൽ കൊള്ള നടന്നാലും കൊല നടന്നാലും പോലീസ് സ്റ്റേഷനിലേക്ക് നിങ്ങളുടെ ഫോൺ വരാൻ പാടില്ല. നിങ്ങൾക്ക് തമാശ കളിക്കാനുള്ളതല്ല പോലീസ് ഡിപ്പാർട്ട്മെന്റ്. തൽക്കാലം ഇവരുടെ കരുണ കൊണ്ട് നീ രക്ഷപ്പെട്ടു. പക്ഷേ നിന്നെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. കള്ള പേരുകളിൽ വിവിധ സ്ഥലങ്ങളിൽ താമസിച്ചു എന്ന് കേട്ടപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ. നിന്നെ ഞാൻ എടുത്തോളാം. അമ്മേ, മാഡം പറഞ്ഞത് കേട്ടില്ലേ? അതോ പോയ പോലീസുകാരെ തിരിച്ചു വിളിക്കണോ? വേണ്ട, ഞാൻ ഒപ്പിട്ടോളാം. മോളെ, ഇതിലെന്തോ ചതിയുണ്ട്. എന്ത് ചതിയുണ്ടായാലും ഞാനത് സഹിക്കും. അമ്മയെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നതെന്ന് കണ്ടു നിൽക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല. അങ്ങനെ പോകേണ്ടി വന്നാ എന്റെ അമ്മ പിന്നെ ഉണ്ടാവില്ല. ഒപ്പിടാ അമ്മേ. അമ്മയുടെയും മോളുടെ സംസാരമൊക്കെ പിന്നെ മതി. ആദ്യം പറഞ്ഞത് ചെയ്യാൻ നോക്ക്. എല്ലാ പേജിലും വേണം. എന്നാലും അമ്മയെ കള്ളിയാക്കി കളഞ്ഞല്ലോ മോളെ. അമ്മ എനിക്ക് നന്നായിട്ട് അറിയാം ഇത് മനഃപൂർവ്വം ചെയ്തതാ. പക്ഷെ ഇപ്പൊ തിന്ന് രക്ഷപ്പെടാൻ
നമുക്ക് ഈ ഒരൊറ്റ മാർഗേ ഉള്ളൂ. അച്ഛൻ തിരിച്ചു വരട്ടെ, എന്നിട്ട് സത്യാവസ്ഥ നമുക്ക് തെളിയിക്കാം. നിന്റെ സാധനങ്ങൾ മുഴുവൻ ഈ ബാഗിലുണ്ട്. അതെടുത്ത് ഈ നിമിഷം ഇവിടെ നിറങ്ങിക്കോണം. മാഡം, നിന്നെപ്പോലൊരു പെരുങ്കള്ളിയെ സംരക്ഷിക്കേണ്ട ഗതികേടൊന്നും എന്റെ കുടുംബത്തുള്ളവർക്കില്ല. അതുകൊണ്ടാ പറഞ്ഞത് ഇറങ്ങിപ്പോവാൻ. അമ്മ എന്തിനാ ഇറങ്ങുന്നത്? അമ്മയോട് ഇവിടെ നിൽക്കാൻ ആവശ്യപ്പെട്ടതേ എന്റെ അച്ഛനാ. മോളെ കൃഷ്ണേ, അവള് മോഷണം നടത്തിയെന്നുള്ളത് യാഥാർത്ഥ്യ. അവളോടുള്ള സ്നേഹം കൊണ്ട് നീ അത് മറച്ചു പിടിക്കാൻ ശ്രമിക്കണ്ട. എന്റെ അമ്മ കള്ളിയല്ല. എന്റെ അമ്മയെ ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടി കരുതി കൂട്ടി ചെയ്തതാ. എന്തൊക്കെയാ മാഡം ഇവരീ പറയുന്നത്? പറഞ്ഞതിന്റെ സാരം മാഡമാണ് കള്ളിന്നല്ലേ? ഓ, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. നീ എങ്ങനെ പറഞ്ഞാലും ശരി, ഈ കുടുംബത്തിന് ഇവൾ ഉണ്ടാവാൻ പാടില്ല. എന്റെ അമ്മയില്ലാത്തൊരു സ്ഥലത്ത് ഞാൻ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അമ്മ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയാലേ ആ നിമിഷം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും. എന്നെ വളർത്തിയതും എന്നെ ഇവിടം വരെ എത്തിച്ചതും ദേ എന്റെ ഈ അമ്മയാ. ഞാൻ എവിടെയാണോ അവിടെ എന്റെ ഈ അമ്മയുണ്ടാവും. അങ്ങനെ വാശിയാണെങ്കിൽ അമ്മയുടെ കൂടെ നീയും ഇറങ്ങിക്കോ. പറഞ്ഞത് കേട്ടില്ലടി. മനസ്സിലായി, എനിക്കെല്ലാം മനസ്സിലായി. നിങ്ങൾ രണ്ടുപേരെയും കുറിച്ച് ഗോപാലമ്മ സംശയം പറഞ്ഞപ്പോ നിങ്ങൾ രണ്ടുപേരും അങ്ങനെ ചെയ്യില്ല എന്ന് തർക്കിച്ചവളാ ഞാൻ. ഇതെല്ലാം നിങ്ങൾ കരുതിക്കൂട്ടി ചെയ്തതല്ലേ? എന്റെ അച്ഛനെ ഇപ്പൊ ചതിച്ചതാണല്ലേ? എന്റെ അമ്മയെ നിങ്ങൾ ചതിച്ചതാണല്ലേ? സത്യം പറ. മാഡം, പെങ്കൊച്ച് നല്ല വാശിയിലാണല്ലോ. എന്താ ചെയ്യേണ്ടത്? പിടിച്ച് പുറത്താക്കടോ മൂർത്തി. സത്യവതിയെ അനുസരിക്കാത്ത ആരും ഇനി ഈ വീട്ടിൽ വേണ്ട. അല്ലെങ്കിലും ഈ വീടിനകത്ത് ഇനി നിൽക്കാനേ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്റെ അമ്മയുടെ കൂടെ ഞാനും ഇറങ്ങാം. മാഡം, നിങ്ങൾ ഈ കാണിക്കുന്നത് ക്രൂരതയാ. അനിയൻ സാർ തിരിച്ചു വന്ന ഇതിനൊക്കെ നിങ്ങൾ മറുപടി പറയേണ്ടി വരും. അത് തിരിച്ചു വരുമ്പോ ഞാൻ നോക്കിക്കോളാം. അമ്മേ, നമുക്ക് ഇറങ്ങാം. ഒരു തീരുമാനമില്ലാതെ ഞാനിവിടുന്ന് ഇറങ്ങിപ്പോകുന്ന ആരും സംശയിക്കണ്ട. എനിക്ക് കാത്തിരിക്കാൻ ഒരു അച്ഛനുണ്ട്. എന്നെ സ്നേഹിക്കുന്ന, എന്നെ മനസ്സിലാക്കുന്ന ഒരു അച്ഛൻ. അച്ഛനോടൊപ്പം ഞാനിവിടെ തിരിച്ചു വരും. എനിക്ക് തെളിയിക്കാനുള്ളതൊക്കെ ഞാൻ തെളിയിക്കും. വാ അമ്മേ, വാ.